ഹായ്, ഞാൻ നിങ്ങളുടെ നീലുവാണ്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കരിമീൻ പൊള്ളിച്ചതാണ് ഇപ്പോൾ പറയാൻ പോണത്. വേറെ ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ്. കരിമീൻ ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കരിമീൻ ഇപ്പോൾ മസാല പറ്റി വെച്ചിരിക്കും. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈക്ക് മസാല പറ്റി വെക്കുന്ന പോലെ കരിമീൻ ഞാനിവിടെ മസാല പറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എൻ്റെ ഒരു ടിപ്പാണ്. ഞാൻ വലിയ കുക്കൊന്നുമല്ല, കുറച്ച് ഉള്ളിയും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് പൊള്ളിച്ചെടുക്കുകയാണ്. ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താണ് ഇത് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ചീനച്ചട്ടി നല്ലോണം ചൂടായിട്ട് ഈർക്കിൽ അതിനകത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പൊള്ളിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ, അതായത് ഫിഷ് പൊള്ളിച്ചത്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യം ഇതുപോലൊരു ഇല കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫിഷ്, ഇത് ഞാൻ കരിമീനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും എല്ലാം ഇട്ട് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ചുവന്ന ഉള്ളി ഉണ്ടല്ലോ, ചുവന്ന ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കും. മുളക് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അതിനകത്ത് ഞാൻ മുളക് സെപ്പറേറ്റ് ഇടാത്തത്. ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇങ്ങനെ അതിലിടും. ഇത് കിസ്മിസാണ്. നമ്മൾ 2-3 കിസ്മിസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കും. ഇതിൻ്റെ താഴെയും ഇതേപോലെ തന്നെ കിസ്മിസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് 2-3 കാഷ്യൂനട്ടൊക്കെ ഇങ്ങനെ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഇതെൻ്റെ സ്പെഷ്യലാണ്. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ് കുട്ടികൾക്ക്. ഇങ്ങനെ എല്ലാം കൂടി ഫില്ല് ചെയ്ത് വെച്ച് ഇത് വാഴയിലക്കകത്ത് പതുക്കെ ഇങ്ങനെ പൊതിഞ്ഞെടുക്കും. ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നല്ലോണം ഇങ്ങനെ വെച്ച് നൂല് വെച്ച് ഇങ്ങനെ കെട്ടിയെടുക്കും. നൂല് വെച്ചത് ഇങ്ങനെ കെട്ടി ഭദ്രമാക്കി കെട്ടി ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ഇനി 2-3 ഇറുക്കിലെടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്ത് ഇതിൻ്റെ അളവിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ പൊങ്ങി, അതായത് എണ്ണ ഒഴിച്ചാൽ പൊങ്ങി ഈർക്കിലിരിക്കണം. അതേപോലെ ഇങ്ങനെ ഇറുക്കിൽ വെക്കുക. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ശേഷം തീ കത്തിക്കുക. ചെറിയ ഫ്ലെയിമിലായിട്ടിരിക്കണം. ഇതിലേക്ക് എണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കരിമീൻ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വെയിറ്റ് കുറച്ച് കുറവാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഇല വാടിക്കഴിയുമ്പോൾ ഇത് അതിനകത്തേക്ക് പ്രസ് ആയിക്കോളും. എന്നിട്ട് ഇത് പതുക്കെ മൂടി വയ്ക്കണം. അപ്പോൾ കരിമീൻ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ അടിയിലുണ്ടല്ലോ, ആ എണ്ണയുടെ ആവിയിൽ ഈർക്കലിൻ്റെ മുകളിലിരുന്ന് നമ്മൾ സ്റ്റഫ് ചെയ്ത ആ കരിമീൻ പൊള്ളിച്ചത് കറക്റ്റായിട്ട് വരും. ആ എണ്ണയുടെ ആവി വെക്കുമ്പോൾ അതിനകത്തുള്ള ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിവിടെ എൻ്റെ മരുമോന് കൊടുത്തിട്ടും ഭയങ്കര അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അച്ഛനും അമ്മയൊന്നും പഠിപ്പിച്ചു തന്നതല്ല ഇത്. ഞാൻ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ. ഞാനത് ഒന്നും കൂടെ എൻ്റെതായ രീതിയിൽ മോഡിഫൈ, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ക്രിസ്മസൊക്കെ ഇട്ട് ഉള്ളി ചതച്ചത് നമ്മൾ സാധാരണ മൂപ്പിച്ചിട്ടൊക്കെ എല്ലാവരും ഇടണേ. ഞാനത് പച്ചയോടെ ഇടുകയാണ്. അപ്പോൾ ഉള്ളി വെന്ത് ഇറങ്ങിയിട്ട് അതിൻ്റെ നീര് അതിനകത്തൊക്കെ പിടിച്ചിട്ട് വായിന്ന് വെള്ളം വരണില്ലേ, ഇനി വരണുണ്ട്. ക്യാമറമാൻ്റെ വായിന്ന് വെള്ളം വന്നിട്ട് അവിടെ ഒരു കുടം വെള്ളമായി. ഇത് പോട്ടെ. അപ്പോൾ അത് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ തിരിച്ചിടണം. അതിൽ അപ്പോൾ ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി അത് പതുക്കെ എടുത്തിട്ട് സൂക്ഷിക്കണം. എടുത്തിട്ട് തിരിച്ചു വെക്കണം. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. വേറെ ഒന്നുമല്ല, ആ ഈർക്കിൽ മാറാതെ വേണം. ഇപ്പോൾ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പച്ച മസാല ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം അത് വെച്ചത്. ഇതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്. കറിവേപ്പില എല്ലാം ഉണ്ട്. വേണ്ട പച്ചമുളക്, ക്രിസ്മസ്, കശുവണ്ടി എല്ലാം മൂത്തിട്ടുണ്ട്.
ഒരു 10-15 മിനിറ്റോളം നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ട് ഇത് പതിയെ പതിയെ, അതായത് ഒരുപാട് തീ ഇടാൻ പാടില്ല, വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കാരണം ഒരുപാട് ഫ്ലെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. പതിയെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഞാനിങ്ങനെ എണ്ണയുടെ ആവിയിൽ ഇതിങ്ങനെ പൊള്ളിച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചത്. ഒന്നുമില്ല, കുറച്ച് ഉള്ളിയും കൂടെ ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ബാക്കി കിസ്മസും കാഷ്യൂനട്ടും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർത്തു. ഇതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.